ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഗസ്റ്റ് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മളെ വീട്ടിൽ നിന്ന് മലപ്പുറത്തു നിന്ന് കൊല്ലത്തേക്ക് വരികയാണ് കേട്ടോ എല്ലാവരും കൂടി. അപ്പോൾ ഞങ്ങളെ പോവാനായിക്കണ്. നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായില്ല. അപ്പം അങ്ങനെ വരിക കേട്ടോ. അപ്പോൾ ചോറ് വെക്കണതും അതിൻ്റെ കഴിക്കണതും ഒന്നും ഇതിൽ കാണുന്നില്ല. ഇതിങ്ങനെ വെക്കാൻ ഉള്ള ഒരുക്കങ്ങൾ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ കാണിച്ചിട്ട്. ഒരു വന്നപ്പോൾ പിന്നെ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. വൈകിയാണ് വന്നത്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം അങ്ങനെ കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ മന്തിയാണ് വെക്കണത്. അപ്പോൾ മന്തി അരി കുതിർക്കാൻ വെക്കുകയാണ് കേട്ടത്. അപ്പോൾ 2.5 കിലോ അരിയും 2.5 കിലോ ചിക്കനുമാണ് കേട്ടോ വെച്ചിരിക്കണം. മന്തി ആദ്യം ഒരു വീഡിയോ ഇട്ടീനു, അതുകൊണ്ടല്ല കേട്ടോ ഞാൻ അത് കാണിച്ചതിന്. ഇത് കാണിച്ചണം എന്നൊക്കെ ഉണ്ടായിനു, വീഡിയോ എടുക്കണം, ഒരു വരുമ്പോൾ എടുക്കണം, കാണിച്ചണം എന്നൊക്കെ ഉണ്ടായിനു. പക്ഷേ വീഡിയോ എടുക്കലും ഓൽക്ക് കൊടുക്കലും ഒക്കെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നടക്കൂല. കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റീനു, ഓലൊക്കെ സ്കൂളിൽ പോയിനു. അപ്പോൾ അങ്ങനെയൊന്നും നടന്നില്ല കേട്ടോ. അപ്പം അതിന് ഈ അരി ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് നമ്മളെ ചിക്കനൊക്കെ മസാല കൂട്ടി വെക്കുക. അത് മസാലയൊക്കെ കൂട്ടി ശരിയാക്കുമ്പോഴത്തേന് ഇത് വെള്ളത്തിലിട്ട് കുതിർക്കാമല്ലോ. അപ്പം അങ്ങനെ. അപ്പം അതിനും വേണ്ടി ഞാനിതിൽ പിന്നെ മാഗി ക്യൂബും പിന്നെ മന്തി മസാലയും പിന്നെ ക്യാപ്സിക്കനും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂട്ടിക്കുഴച്ച് ഇച്ചിരി കളറും കൂട്ടിക്കണം കേട്ടോ. ഒക്കെ പാടെ കൂട്ടിങ്ങാണ്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പം അങ്ങനെ വെച്ച് ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പം അങ്ങനെ അത് അടുപ്പിൽ വെച്ചിക്കണം. ഞാൻ അതിൽ കിടന്നുങ്ങാണ്ട് അത് ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് റൂമൊക്കെ ഒന്ന് ശരിയാക്കാം കേട്ടോ. എല്ലായിടത്തേക്കും നമ്മളെ കൈ തന്നെ എത്തണമല്ലോ. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ എത്തിക്കഴിയൂല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ കേട്ടോ. അങ്ങനെ ഞാൻ വന്നാൽ എന്തായാലും ഇച്ചിരി നേരം വിശ്രമിക്കുകയൊക്കെ വേണ്ടി വരും. കാരണം ദൂരല്ലേ, അവിടുന്ന് ഇവിടേക്കെത്തോളം ട്രെയിനിൽ യാത്ര. ട്രെയിനല്ല, വണ്ടിക്ക് വരികയാണെങ്കിലും ക്ഷീണം തന്നെയാണ്. ട്രെയിനിൽ വരുമ്പോൾ എന്നാലും അത്രക്ക് തോന്നൂല. അങ്ങനെയൊക്കെ. അപ്പോൾ റൂമുകളൊക്കെ അടിച്ചോരി തോത്തി തുടച്ചൊക്കെ ഇട്ട് വൃത്തിയാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അതും കഴിഞ്ഞു കേട്ടോ. തൂപ്പും തുടപ്പും എല്ലാം കഴിഞ്ഞു. പക്ഷെ അവർ വന്നപ്പോൾ 2 മണി ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുട്ടികളും ഒക്കെ ഉണ്ടായിന്. അപ്പോൾ വിശന്ന് ഇതായിക്കും കരുതിങ്ങാണ്ട് വേഗം ചോറാമ്പാനും എടുക്കാനും കൊടുക്കാനൊക്കെ നിന്നതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ തിന്നൽ കഴിഞ്ഞിട്ട് വന്നോല് പറഞ്ഞു പിന്നെ വ്ളോഗൊന്നും എടുക്കണില്ലേ അങ്ങനെ എങ്ങനെയെന്ന്. അപ്പോൾ എടുക്കണം എന്നൊക്കെ ഉണ്ടായിന്, അതൊന്നും ഇപ്പം നടന്നില്ല എന്നും പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ ഓല് നിന്ന് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് രാവിലെ 5:30 ഇവിടുന്ന് പോയാൽ 6:15 ട്രെയിനിന് പോകാമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ വലിയ പോകാനൊരുങ്ങാണ്. അങ്ങനെ ഓൽക്ക് രാവിലത്തെ കാപ്പിയൊക്കെ കൊടുത്ത് ഓല് പോകാൻ വണ്ടി കയറുകയാണ് കേട്ടോ. അപ്പോൾ ഓലെ റെയിൽവേ സ്റ്റേഷൻ വരെ ആക്കി കൊടുക്കാമെന്ന് കരുതിങ്ങാണ്ട് അങ്ങനെ ഓലെ കൊണ്ടുപോയി ആക്കുകയാണ്. അപ്പം അങ്ങനെ ഓല് പോയിട്ടോ. ഓല് പോയിട്ടല്ലേ പിന്നെ നമുക്ക് തൂപ്പും തുടപ്പും അടിച്ചലും കോലൊക്കെ. അപ്പം അങ്ങനെ ഞാൻ അവിടെ അതിനന്ന് തന്നെ ഈ പിന്നെ നമ്മളെ തൂപ്പും തുടപ്പുമൊക്കെ ചെയ്യണ സമയത്ത് തുടക്കണ വെള്ളത്തിൽ ഞാൻ ഈ പെനോയിലിൻ്റെ എസൻസ് അവിടെ നിന്ന് തന്നെ ഇതാണ് വാങ്ങി ശീലം കേട്ടോ. ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. അവിടെ ആയപ്പോഴും പിന്നെ ഇവിടെ ആയിട്ടും ഞാൻ അവിടെ പോകുമ്പോൾ 2 കുപ്പിയോ 3 കുപ്പിയോ അങ്ങനെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴൊക്കെ കൊണ്ടുവരും. എന്നിട്ട് ഞാനത് ഇതേപോലെ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തുകൊണ്ടാക്കി നമുക്ക് കുറച്ച് ഉറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. നല്ല സ്മെല്ലാണ്. അവിടേക്ക് വേണമെങ്കിലും ഇതിൻ്റെ സ്മെല്ല് അടിച്ചും ചെയ്യും. നല്ലൊരു ഇതാട്ടോ. അപ്പോൾ അത് ഞാൻ ഈ കുപ്പിയിൽ ഒഴിച്ചതാ. ഇതൊരു മരുന്നും കുപ്പിയാട്ടോ, അരിസ്റ്റ കുപ്പി. ആ കുപ്പിയാണ് പെട്ടെന്ന് കിട്ടിയത്. അപ്പോൾ അതിക്ക് ഞാനൊരു കുപ്പി വെള്ളം എടുത്തേക്കണ. അതിക്ക് കുറച്ച് ഒരു 3 തുള്ളി എന്നൊക്കെ പറയില്ല, അങ്ങനെ ഉറ്റിച്ചാൽ മതി. എന്നാൽ തന്നെ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. ഇതന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്. നമ്മൾ തുടക്കണ വെള്ളത്തിലൊക്കെ കൂട്ടിയിട്ട് തുടച്ചാൽ നല്ല, നമ്മൾ കടയിൽ നിന്ന് ഇതേമാതിരി പിന്നെ കിട്ടുന്ന കളർ ആയില്ല വെള്ളം അത് വാങ്ങണേലേറെ എത്രയോ നല്ലതാണിത് കേട്ടോ. ഇത് കുറേ കാലം നിൽക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ ഓല് വന്നപ്പോൾ വിളിച്ച് പറഞ്ഞിരുന്നു അങ്ങനത്തെ കുറച്ച് 2 കുപ്പിച്ച് കൊണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ
അത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കോഴി വാങ്ങിയത് കൊണ്ട് അതിൻ്റെ കൂടിൻ്റെ അവിടെയൊക്കെ ഈ തീറ്റ കൊടുക്കുകൊണ്ട് കുട്ടികളെ ഇന്ന് വിടണില്ല, കോഴിക്കുട്ടികളെ പുറത്തിറക്കാത്തത് കൊണ്ട് നല്ല സ്മെല്ലൊക്കെ കാരം. അപ്പോൾ അവിടെയൊക്കെ തെളിച്ചാലും ഇത് പറഞ്ഞതാണ്. പിന്നെ ഇതാ കമ്പം ചോളം എന്നൊക്കെ പറയില്ലേ, ഞങ്ങളവിടെയൊക്കെ കമ്പം എന്നാണ് പറയുക, ഇവിടെയൊക്കെ ചോളം എന്നാണ് പറയുക. അപ്പോൾ അത് കൊടുന്നതാട്ടത്. ഇത് ഞാൻ പെനോയിൽ വെള്ളത്തിൽ കുറേ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് അതിക്ക് കുറച്ച് ഒഴിച്ച് ഞാൻ ഈ മുറ്റത്തിൻ്റെ ഇതിലൊക്കെ കുറച്ച് തെളിച്ച് കരുതിട്ടോ. കൂടിൻ്റെ അതിലൊക്കെ തീറ്റ കൊടുക്കുമ്പോഴേ അതിൻ്റെ ഈ കോഴിത്തീറ്റൊക്കെ തന്നെ ഒരു സൈസ് ഭയങ്കര സ്മെല്ലല്ലേ. അപ്പോൾ അത് നമ്മളെ അടുക്കള ഭാഗമാണെങ്കിലും മറ്റേ താഴെ വീടിൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ടാണ്. അപ്പോൾ മണം വരാതിരിക്കാനും ഒക്കെ പിന്നെ ഇതിങ്ങനെ തെളിച്ച് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് തൂപ്പും തുടപ്പൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകൊണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.